ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അലീനയുടെയും മനുവിൻ്റെയും വരും ദിവസത്തെ സൂപ്പർ വിശേഷത്തിലേക്ക് സ്വാഗതം. അതിനു മുമ്പ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് എല്ലാ ദിവസവും നമ്മൾ എത്തുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് ജോലി തിരക്ക് കാരണം അല്പം താമസിച്ചു പോയി. അതുകൊണ്ട് തന്നെ കഥയുടെ പൂർണ്ണരൂപം നമുക്ക് ലഭിച്ചിട്ടില്ല. മാത്രമല്ല ഇന്നത്തെ വിശേഷം ഡിലേ ആണ്, അല്ലെങ്കിൽ നാളത്തെ വിശേഷം ഡിലേ ആണ്. ചില സാങ്കേതിക കാരണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എങ്കിലും വരും ദിവസത്തെ എപ്പിസോഡ് എന്ന് പറയുന്ന അലീനയുടെ ജീവിതത്തിൽ വലിയൊരു ട്വിസ്റ്റുകൾ നിറഞ്ഞ അല്ലെങ്കിൽ വലിയൊരു സംഭവങ്ങൾ തന്നെ താൻ ഒരിക്കലും തനിക്കൊരിക്കലും വിശ്വസിക്കാൻ കഴിയാത്ത ചില വെളിപ്പെടുത്തലുകളൊക്കെ നമ്മുടെ ബാലചന്ദ്രൻ അലീനയുടെ മുൻപിൽ വെളിപ്പെടുത്തുന്നതൊക്കെയാണ് വരും ദിവസത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത്. അങ്ങനെ അലീന ആ വീട് വിട്ട് ഇറങ്ങുവാൻ തീരുമാനിക്കുക. ബാലചന്ദ്രനോട് ചെന്ന് മാപ്പോകേഷ് അല്ലെങ്കിൽ ബാലചന്ദ്രനോട് ചെന്ന് പറയുകയാണ്, രാജീവ് അദ്ദേഹം പറഞ്ഞ് എനിക്ക് 22 മണിക്കൂർ തന്നിട്ടുള്ളൂ, ഈ ഉള്ളിൽ എനിക്ക് പോകണം, ഞാൻ ആർക്കും ഒരു ബുദ്ധിമുട്ടാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് അലീന ബാലചന്ദ്രനോട് പറയുക കേട്ടോ. അങ്ങനെ സങ്കടത്തോടു കൂടിയെങ്കിൽ അലീന വീട് വിട്ടിറങ്ങുക കേട്ടോ. വീട് വിട്ടിറങ്ങാൻ വേണ്ടി ബാലചന്ദ്രൻ്റെ മുൻപിൽ നിന്ന് സങ്കടത്തോടു കൂടി പോകുമ്പോൾ പെട്ടെന്ന് അങ്ങനെ എന്നെ കബളിപ്പിച്ചിട്ട് അങ്ങ് മുങ്ങാമെന്ന് കരുതിയോ എന്ന് ചോദിച്ച് ബാലചന്ദ്രൻ തൻ്റെ കയ്യിലിരിക്കുന്ന ഫോൺ ഓൺ ചെയ്യുക കേട്ടോ. ഓൺ ചെയ്യുന്നത് അലീന കേൾക്കുന്നത് രേവതിക്കുട്ടിയും അലീനയും തമ്മിലുള്ള സംസാരമാണ്. അതായത് തൻ്റെ അമ്മ വൈജയന്തിയാണെന്നുള്ള സത്യങ്ങളൊക്കെ പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ സംസാരിക്കുന്ന എല്ലാ കോൾ റെക്കോർഡും അലീന കേൾക്കുക കേട്ടോ. പെട്ടെന്ന് ഞെട്ടിപ്പോയി അലീന. തൻ്റെ ബ്രിജിത്താമ്മയ്ക്ക് കൊടുത്ത വാക്കുകളൊക്കെ അവിടെ തകർന്നു പോകുന്ന ഒരു ഭാഗമൊക്കെയാണ് കാണുന്നത്. അങ്ങനെ താൻ മനഃപൂർവ്വം അല്ലെങ്കിലും രേവതിക്കുട്ടിയുമായിട്ടുള്ള സംസാരങ്ങളൊക്കെ ബാലചന്ദ്രൻ കേട്ടല്ലോ എന്ന്, അല്ലെങ്കിൽ സാറ് കേട്ടല്ലോ എന്നോർത്ത് പെട്ടെന്ന് ഞെട്ടിപ്പോവുകയും ഒടുവിൽ ബാലചന്ദ്രൻ്റെ മുൻപിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ക്ഷമാപണം നടത്തുന്ന അലീനേനെയൊക്കെ നമുക്ക് വരുന്ന ദിവസത്തെ എപ്പിസോഡിൽ കാണാം. ഒടുവിൽ താൻ വിചാരിച്ചതിനൊക്കെ വിപരീതമായിട്ട് ബാലചന്ദ്രൻ അലീനയെ ചേർത്ത് നിർത്തുകയും ആശ്വസിപ്പിക്കുകയും അങ്ങനെ അലീനയ്ക്ക് ആ വീട് വിട്ട് ഇറങ്ങുവാൻ പറ്റാത്ത ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുക. ബാലചന്ദ്രൻ പറയുന്നുണ്ട്, നീ ഇനി ഇവിടെ നിന്ന് ഇറങ്ങിയാൽ ഈ രഹസ്യങ്ങളെല്ലാം ഞാൻ പരസ്യമാക്കുമെന്നൊരു ഭീഷണി മുഴക്കുകയും ആ ഭീഷണിക്ക് മുൻപിൽ അലീന തകർന്നു പോവുകയാട്ടോ. അങ്ങനെ വീട് വിട്ട് പോകാമെന്ന ചിന്ത അലീന മാറ്റിവെക്കുകയും തൻ്റെ സാറിന് വേണ്ടി അല്ലെങ്കിൽ ബാലചന്ദ്രന് വേണ്ടി വീണ്ടും അവിടെ പിടിച്ചു നിൽക്കുകയും ചെയ്യുന്ന ചില ഭാഗങ്ങളൊക്കെയുണ്ട്. ഇതിനിടയിൽ നമ്മുടെ നമ്മുടെ മനു കയറുമെന്ന് നമ്മുടെ ബാലചന്ദ്രനോട് സംസാരിക്കുന്നു. കുറച്ച് ദിവസത്തേക്കെങ്കിലും അലീന ഈ വീട്ടിൽ നിന്ന് മാറി നിന്നാൽ ഈ നിങ്ങളുടെ വീട്ടിലെ പ്രശ്നങ്ങൾ തീരുമെങ്കിൽ അലീനയെ കുറച്ച് ദിവസത്തേക്ക് മാറ്റി നിർത്താമെന്ന് നയപരമായിട്ട് ചില കാര്യങ്ങളൊക്കെ ബാലചന്ദ്രൻ്റെ മുൻപിൽ അവതരിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഈ മനുവും പ്രതീക്ഷിച്ചതിന് ഓപ്പോസിറ്റായിരുന്നു ബാലചന്ദ്രൻ്റെ പ്രതികരണം. ഒരിക്കലും അത് നടക്കില്ല എന്നൊരു പ്രതികരണമാണ് വന്നത്. ശേഷം കാണുന്ന നമ്മുടെ വൈജയന്തി അലീന പോകുന്നില്ല എന്ന തീരുമാനത്തിലെത്തിയത് വീണ്ടും ദേഷ്യമുണ്ടാക്കുകയും അങ്ങനെ ബാലചന്ദ്രനുമായിട്ട് നേരിട്ട് വാക്കുതർക്കമുണ്ടാകുകയും നിങ്ങൾക്ക് ഈ കുടുംബത്തേക്കാൾ വലുത് അലീനയാണോ എന്ന് ചോദിക്കുക കേട്ടോ. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അതെ, നിന്നേക്കാളൊക്കെ എനിക്ക് അലീനയെ അവളെയാണ് എനിക്ക് ആവശ്യമെന്ന് പറയുകയും അങ്ങനെ ഇത് കേട്ട് സ്തംഭിച്ച് നിൽക്കുകയൊക്കെ ചെയ്യുന്ന വൈജയന്തിനെയൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. എന്തായാലും ഞാൻ പറഞ്ഞു, നാളത്തെ വിശേഷം ഡിലേ ആണ്, അല്ലെങ്കിൽ ഇന്നത്തെ വിശേഷം ഡിലേ ആയിട്ട് നിൽക്കുകയാണ്. അപ്പം ഇതൊക്കെ വരുന്ന ദിവസത്തെ എപ്പിസോഡിൽ വരാൻ പോകുന്ന ദിവസങ്ങളിലൊക്കെ കാണാൻ പോകുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും കാണും വരെ എല്ലാവർക്കും ഗുഡ് ബൈ.